ഹലോ എവറിവൺ, ഞാനൊരു സഞ്ചാരി. എൻ്റെ ചാനൽ സ്വിസ് സഞ്ചാരി. എല്ലാ സഞ്ചാരപ്രേമികൾക്കും സ്വിസ് സഞ്ചാരി ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. സ്വിറ്റ്സർലൻഡിലെ സെൻട്രൽ ആൽപ്സിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലമ്പാതയാണ് ഫുർക്ക പാസ്. ഈ ചുരം ആൻഡർമാറ്റ് മുതൽ ഗ്ലെറ്റ്ഷ് വരെ വ്യാപിച്ചു കിടക്കുന്നു. അതിമനോഹരമായ ഈ പർവ്വതപാത യാത്രക്കാരെ നയനമനോഹരമായ ആൽപ്സ് മലനിരകളുടെ അത്ഭുത കാഴ്ചകളിലൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതിൻ്റെ ഉയരം 2436 മീറ്ററാണ്. ആൻഡർമാറ്റ് വഴി ഫുർക്ക പാസിലേക്കുള്ള യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ വളവുകളും തിരിവുകളും കയറ്റവും ഇറക്കവും മൂടൽമഞ്ഞുമൊക്കെയായി ഡ്രൈവിംഗ് വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. യാത്ര കുറച്ചു ദൂരം താണ്ടുമ്പോൾ തന്നെ തണുത്ത കാറ്റും തലയ്ക്ക് തൊട്ടുമീതെ മേഘങ്ങൾ വളരെ വേഗം പായുന്നതും കാണാം. റോൺ നദിയുടെ സൗന്ദര്യവും കളകള ഒഴുകുന്ന അരുവികളുടെ സംഗീതവും മനസ്സിന് കുളിർമയും നല്ല ഉത്സാഹവും നൽകും. യാത്രയുടെ ആരംഭത്തിലെ തന്നെ വിസ്മയകരമായ പ്രകൃതിയുടെ അഴക് ആസ്വദിച്ചു തുടങ്ങാം. ചേതോഹരമായ കാഴ്ചകളാൽ യാത്രയുടെ ഓരോ ഘട്ടവും സമ്പന്നമാണ്. ഈ മലയിടുക്കിലൂടെയുള്ള യാത്രയിൽ ഉടനീളം ആൽപ്സിൻ്റെ പർവ്വതനിരകളുടെ ഭംഗിയും മഞ്ഞിൻ്റെ ധവളാഭയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന മലകളുടെ കുളിരും ഹരിതാപമായ താഴ്വരകളും ചുറ്റും പ്രകൃതി ദൃശ്യ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളും ഒത്തുചേർന്ന യാത്രയ്ക്ക് ഒരു റൊമാൻറ്റിക് ഭാവം നൽകും. ഈ ചുരത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഭാഗങ്ങളിലൊന്നാണ് റോൺ ഗ്ലേസിയർ. ആ ഗ്ലേസിയറിൻ്റെ കുളിർ അനുഭവിക്കുവാനും അതിൻ്റെ കൗതുക കാഴ്ചകൾ ആസ്വദിക്കാനും കഴിയും. ഈ ഗ്ലേസിയർ റോൺ നദിയുടെ സ്രോതസ്സും കൂടിയാണ്. ഇവിടത്തെ ഐസ് ഗുഹയും ശ്രദ്ധേയമാണ്. ഫുർക്ക പാസിൻ്റെ മുകളിൽ ഒരു പഴയ ഹോട്ടലും റെസ്റ്റോറൻറ്റുമുണ്ട്. ഇത് യാത്രക്കാർക്ക് വിശ്രമിക്കാനും സമീപത്തെ ഗ്ലേസിയർ കാഴ്ചകൾ കാണാനും മികച്ച അവസരം നൽകുന്നു. ഈ ചുരം അതിൻ്റെ വളഞ്ഞു പുളഞ്ഞ വഴികൾക്കും സൂപ്പർ വ്യൂ പോയിൻറ്റ്സിനും പ്രശസ്തമാണ്. ഡ്രൈവിംഗ് പ്രിയർക്കും സൈക്കിൾ യാത്രികർക്കും ഫുർക്ക പാസ് വെല്ലുവിളി നിറഞ്ഞ ഒരു പാതയാണ്. സൈക്കിൾ യാത്രക്കാരുടെയും ബൈക്ക് യാത്രക്കാരുടെയും ഇഷ്ടപാതയാണിത്. പ്രകൃതിയുടെ മനോഹാരിതയിലൂടെ സവാരി ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം അത് വേറിട്ട ഒരനുഭവമാണ്. ഫോട്ടോഗ്രാഫിയിൽ താൽപ്പര്യമുള്ളവർക്കും ഇതുവഴിയുള്ള യാത്ര ഒരു വലിയ ഗുണമാണ്. വിവിധ പ്രകൃതി ദൃശ്യങ്ങളുടെയും പർവ്വത ശൃംഖലകളുടെയും ചിത്രങ്ങൾ എടുക്കാൻ ഇത്ര അനുയോജ്യമായ വേറൊരിടം കാണുമോ എന്ന് സംശയമാണ്. പ്രാചീന കാലം മുതൽ യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഒരു പ്രധാന മാർഗമായിരുന്നു ഈ ചുരം. ഇതിലൂടെ കടന്നു പോകുന്നത് കഠിനമായതിനാൽ ആദിമകാലത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ചുരം ഉപയോഗിച്ചിരുന്നത്.
മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിലാണ് ഈ ചുരം തുറക്കുന്നത്. ശൈത്യകാലത്ത് ഇത് അടച്ചിടുന്നു. യാത്രയ്ക്കും കാഴ്ചകൾ ആസ്വദിക്കാനും സമ്മറാണ് ഏറ്റവും അനുയോജ്യം. ഈ ചുരത്തിൽ നിരവധി ടൂറിസ്റ്റ് പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഇവിടുത്തെ പർവ്വത പാതകളിലൂടെയുള്ള ട്രക്കിംഗ്, വിവിധ കോണുകളിൽ നിന്നും മനോഹരമായ ചിത്രങ്ങൾ എടുക്കാനുള്ള സാധ്യത, റോൺ ഗ്ലസിയറും അതിൻ്റെ അടുത്തുള്ള ഐസ് ഗുഹയും കണ്ടു രസിക്കാം. ആയിരത്തി 1940-50കളിൽ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഈ പാസിൽ സൈനിക മാർഗങ്ങൾ കൂടി നിർമ്മിച്ചു. എന്നാൽ അത് പ്രധാനമായും ടൂറിസ്റ്റുകൾക്കും യാത്രക്കാർക്കുമാണ് ഉപയോഗപ്പെട്ടത്. റോഡുകൾ കൂടുതൽ സുരക്ഷിതവും അനുയോജ്യവുമാക്കി നവീകരിച്ചതോടെ ഇന്ന് ഫുർക്ക പാസ് ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. ഗ്ലസിയർ കാഴ്ചകളും മനോഹര റോഡുകളും ആസ്വാദ്യകരമായ പർവ്വത കാഴ്ചകളും ഈ ചുരത്തെ സഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമാക്കി. സർ ഷോൺ കോണറി നായകനായ 1964 ജെയിംസ് ബോണ്ട് സിനിമയായ ഗോൾഡ് ഫിംഗറിലെ ചില രംഗങ്ങൾ ഈ പാസിലാണ് ചിത്രീകരിച്ചത്. ഈ സിനിമ റിലീസായതോടെ ഫുർക്ക പാസ് കൂടുതൽ പ്രശസ്തമായി. ഈ പാസിലൂടെയുള്ള യാത്രയിൽ സഞ്ചാരികൾക്ക് ആൽപ്സ് പർവ്വതനിരകളുടെ അസാമാന്യ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നതിനോടൊപ്പം ആധുനികതയുടെ സഹവാസത്തിൽ നിന്ന് അല്പനേരം മാലിന്യമുക്തമായ പ്രകൃതിയുടെ ലോകത്തേക്ക് കടക്കാനുള്ള അവസരം കൂടി നൽകുന്നു. മൊത്തത്തിൽ ഫുർക്ക പാസ് സ്വിസ് ആൽപ്സിലെ ഒരു അതുല്യമായ അനുഭവമാണ്. പ്രകൃതി ദൃശ്യങ്ങൾ, ചരിത്രം, വെല്ലുവിളി നിറഞ്ഞ ഡ്രൈവ് തുടങ്ങിയവ ആഗ്രഹിക്കുന്നവർക്ക് ഈ യാത്ര ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രാനുഭവമായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.